Hello and welcome to Frontline Academy. My name is Nitin Shankar. I'm the placement officer of Frontline Academy. ഇപ്പോൾ സാധാരണഗതിയിൽ ലോജിസ്റ്റിക്സ് എന്ന ഇൻഡസ്ട്രിയിൽ പഠിക്കുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ഒരു മേജർ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു കൺസേൺ ആണ് അവർക്ക് ഈ ഇൻഡസ്ട്രിയിൽ എത്രമാത്രം ജോബ് കിട്ടുമെന്നാണ്. ആസ് എ പ്ലേസ്മെന്റ് ഓഫീസർ ഐ കൻ സേ ദാറ്റ് നിങ്ങൾ ഈ കോഴ്സ് എടുത്ത് പഠിക്കുന്നതിനോടുകൂടി നിങ്ങൾക്ക് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2020 ഒരു 1000-2000 റേഞ്ചിൽ ഉണ്ടായിരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് 2023-24 എത്തി നിൽക്കുമ്പോൾ അത് ഒരു 9000 അല്ലെന്നുണ്ടെങ്കിൽ ഒരു 10,000 കണക്കിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വളർന്നിട്ടുണ്ട്. ഇനി കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇതിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയുടെ ഒരു സർവേയിൽ പറയുന്നത് ഇനിയും ഒരു 12-13% ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്നാണ്. അതിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇനി വരും വർഷങ്ങളിലേക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള ഒരു ബ്രീഫ് ഐഡിയ ഇപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ ആദ്യം അവരുടെ ഗ്യാപ്പ് ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മളൊരു ഗ്യാപ്പ് അനാലിസിസ് നടത്തും. ഗ്യാപ്പ് അനാലിസിസിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്റ്റുഡൻസിന്റെ സ്കിൽസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള അസസ്മെന്റുകളാണ് ചെയ്യുന്നത്. അതിലാദ്യം മനസ്സിലാക്കുന്നത് അവർ എത്രത്തോളം എഡ്യൂക്കേഷൻ അതുപോലെ എംപ്ലോയ്മെന്റ് ഇതിനിടയിലേക്കുള്ള സ്കില്ലിന്റെ ഡെവലപ്മെന്റ്സ് എത്രത്തോളം വളർത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ട്രെയിനിങ്ങുകളാണ് കൊടുക്കുന്നത്. അപ്പം അതിൽ ഒരു എംപ്ലോയ്മെന്റിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് എന്തെല്ലാം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതെല്ലാം മനസ്സിലാക്കി അവർക്ക് അതിന്റെ സ്പെസിഫിക് ട്രെയിനിങ് കൊടുത്ത് അതിൽ ഇപ്പോൾ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിൽ ഇന്റർവ്യൂവിൽ എന്ത് കാര്യങ്ങൾ ചോദിക്കണം, എന്ത് കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നുള്ള വിശദമായ ഒരു ഡീറ്റെയിൽ ഒരു ഇന്റർവ്യൂ പ്രിപ്പറേഷൻ മെത്തേഡുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഫ്രണ്ട്ലൈൻ അക്കാഡമിയുടെ പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസിന് ഒരു പ്രീ പ്ലേസ്മെന്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ്ങിൽ അവർക്ക് വേണ്ടി ജോബിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ട്രെയിനിങ് മെത്തേഡ്സും നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. അതിൽ വരുന്ന ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, റെസ്യൂമെ റൈറ്റിംഗ്, ഇനി ഓർഗനൈസേഷണൽ സ്കിൽസ് ഡെവലപ്മെന്റ് ബേസ് ഭാഗമായിട്ടുള്ള കോൺഫിഡൻസ് ഡെവലപ്മെന്റ്, ഓർഗനൈസേഷണൽ സ്കിൽസ് ഡെവലപ്മെന്റ്, ഇങ്ങനെ ഒരുപാട് മെത്തേഡുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അവരുടെ ഏത് ഭാഗത്താണോ അവർ വീക്കായിട്ടുള്ള ആ ഭാഗങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അതിൽ സ്പെസിഫിക് ട്രെയിനിങ് കൊടുത്താണ് നമ്മൾ സ്റ്റുഡൻസിനെ ഇന്റർവ്യൂ റെഡിയാക്കുന്നത്. ഇന്റർവ്യൂ റെഡി എന്നതിലുപരി അവർ ജോബ് റെഡിയാക്കുകയാണ്, ഇൻഡസ്ട്രി റെഡിയാക്കുകയാണ്. അതിലൂടെ അവർക്കൊരു സബ്ജക്ട് മാറ്റർ നോളജ് നമ്മളിവിടെ പ്രാക്ടിക്കൽ സെഷനായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി അവർക്ക് ഇന്റർവ്യൂ എത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന കോൺഫിഡൻസ് കുറവുകളോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിനോടുള്ള പേടി, ഇങ്ങനെയുള്ള കൺസേൺസ് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഫ്രണ്ട്ലൈൻ അക്കാഡമിയുടെ പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി. സോ ഇതിൽ നമ്മൾ സ്പെസിഫിക് ട്രെയിനിങ് കൊടുക്കുന്നതിനോടുകൂടി ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ജോബ് കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കോൺഫിഡൻസും അതുപോലെ സ്കിൽസ് ഡെവലപ്മെന്റ് സ്റ്റുഡൻസുകൾ നേടിക്കഴിഞ്ഞിരിക്കും ഈ കോഴ്സ് കഴിയുന്നതോടുകൂടി. ഇനി അടുത്തതായി ഇതിൽ മേജർലി ഉണ്ടാവുന്ന ഒരു കൺസേൺ എന്ന് പറയുന്നത് ലേഡി സ്റ്റുഡൻസിനാണ്. ലേഡി സ്റ്റുഡൻസിന് ഈ മേഖലയിൽ എന്തെല്ലാം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല, അല്ലെങ്കിൽ പലരും അതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല. ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഇൻഡസ്ട്രിയിൽ ലഭിക്കുന്നത് ഫീമെയിൽ സ്റ്റുഡൻസിനാണ്. അവർക്ക് ഇപ്പം ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ആൻഡ് മാരിടൈം, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഇനി അതല്ലാതെ ഈ ഇൻഡസ്ട്രിയിൽ ജനറലായിട്ട് വരുന്ന ഒരുപാട് സ്പെഷ്യലൈസ്ഡ് റോളുകളും കാര്യങ്ങളും, ഇതിലെല്ലാം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം കൂടുതലാണ് ഈയിടെ. അതിൽ നമുക്ക് സ്റ്റുഡൻസിന് ഓഫർ ചെയ്യാൻ പറ്റുന്ന ജോബുകൾ എന്താണെന്ന് വെച്ചാൽ ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ഫ്ലീറ്റ് മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ, ഇങ്ങനെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കൂടുതലാണ്. ഷിപ്പിംഗിലാണെങ്കിൽ ഷിപ്പിംഗ് കോർഡിനേറ്റർ, പോർട്ട് ഓപ്പറേഷൻസ്, ഇങ്ങനെയുള്ള ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ കോർഡിനേഷൻ ജോബ്സ് ഉണ്ട്, അനാലിസിസ് ജോബ്സ് ഉണ്ട്. ഇത് തന്നെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ വരുന്നത്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അനാലിസിസ് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് ജോലി സാധ്യതകൾ അവർക്ക് ലഭിക്കുന്നത്. ഇതല്ലാതെ ഇതിൻ്റെ എല്ലാം ജനറൽ ആയിട്ടുള്ള ഏരിയയിൽ കസ്റ്റമർ കെയർ, റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നുള്ള ഏരിയസിലേക്ക് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്, അതല്ലെന്നുണ്ടെങ്കിൽ കീ അക്കൗണ്ട് മാനേജ്മെന്റ്, ഇതുപോലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലേഡി സ്റ്റുഡൻസിന് ഒരുപാട് ലഭിക്കാറുണ്ട്. ഇതിൽ തന്നെ അവർക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു ഏരിയയാണ് ഫ്രൈറ്റ് ഫോർവാർഡിംഗ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ പ്രൈസിംഗ് നെഗോസിയേഷൻസ്. ഇതുപോലുള്ള ജോബുകളിൽ ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് കമ്പനികൾ ലേഡി സ്റ്റാഫിനെ മാത്രമാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം അതിലൊരു പ്രൈസിംഗ് നെഗോസിയേഷൻ വരുന്ന സമയത്ത് അതിന് എഫക്റ്റീവായിട്ട് ഡീൽ ചെയ്യാനായിട്ട് ലേഡി സ്റ്റാഫിന് പറ്റാറുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഫ്രൈറ്റ് ഫോർവാർഡിംഗ്,
ആയിട്ടുള്ള കോർഡിനേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാനും അതുപോലെ അതിൻ്റെ കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ, റെഡ്യൂസിങ് ദ കോസ്റ്റ്, ഇങ്ങനെയുള്ള ഏരിയാസിൽ അവർക്കുള്ള ഒരു വൈദഗ്ധ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിലെ മിക്ക കമ്പനികളും ലേഡി സ്റ്റാഫിനെ പ്രിഫർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും ജോബ് സാധ്യതയുള്ള ഈ മേഖല ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്തുകൊണ്ടും ലേഡി അല്ലെങ്കിൽ ഫീമെയിൽ സ്റ്റുഡൻസിന് തിരഞ്ഞെടുക്കാൻ പറ്റാവുന്ന ഒരു കോഴ്സ് തന്നെയാണ്. സോ ഇഫ് യു ആർ ലുക്കിംഗ് ടു ബിൽഡ് യുവർ കരിയർ, വി ആർ ഹിയർ ഫോർ യു. Join us at the Frontline Academy and take a first step toward your future. Thank you.